നമസ്തേ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് സംസ്കൃത സാഹിത്യം, അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. ഇത് കേട്ടിട്ട് 3ക്കും 4നും രണ്ട് കാറ്റഗറിക്കും ഒരേപോലെ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതിൽ കേട്ടിട്ട് കാറ്റഗറി 3ക്കും 4നും ഒരേപോലെ വേണ്ടുന്ന വിഷയങ്ങളാണ് ഇതിൽ പെടുത്തിയിട്ടുള്ളത്. ധാരാളം കാര്യങ്ങൾ സങ്കലിതമായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയുള്ളതെന്ന്. ഇത് ആദ്യത്തെ ഭാഗമാണ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃത സാഹിത്യസ്യ കാവ്യ നാടകാദീനാം സാമാന്യം ജ്ഞാനം. സംസ്കൃത സാഹിത്യത്തിലെ കാവ്യങ്ങളുടെയും നാടകങ്ങളുടെയും സാമാന്യമായിട്ടുള്ള അറിവ്. പിന്നെയോ സംസ്കൃത ലേഖകാനാം തേഷാം ഗ്രന്ഥാനാം ച സാമാന്യം ജ്ഞാനം. സംസ്കൃതത്തിലെ ലേഖകന്മാരുടെയും അവരുടെ ഗ്രന്ഥങ്ങളുടെയും സാമാന്യമായ ജ്ഞാനം. നമുക്ക് നോക്കിയാൽ അറിയാം, സംസ്കൃത സാഹിത്യത്തിൽ ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അത് മുഴുവൻ നമുക്കിവിടെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളതാണ്. നമുക്ക് വേണ്ടത് പ്രധാനപ്പെട്ട കുറേ ഗ്രന്ഥങ്ങളും ഗ്രന്ഥകർത്താക്കന്മാരും ഉണ്ട്. ആ ഗ്രന്ഥങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മളിതിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? സംസ്കൃത സാഹിത്യത്തിൽ രണ്ട് തരത്തിലാണ് നമുക്കതിനെ ജനറലി വിഭാവനം ചെയ്യാൻ അല്ലെങ്കിൽ വിഭാഗം ചെയ്യാൻ പറ്റുന്നത്. എങ്ങനെയാണ്? ലൗകിക സംസാഹിത്യവും വൈദിക സാഹിത്യവും. ലൗകിക സാഹിത്യം പിന്നെ വൈദിക സാഹിത്യം. ഇതിൽ ലൗകിക സാഹിത്യത്തിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ലൗകിക സാഹിത്യത്തിൽ വരുന്നത് കാവ്യം. കാവ്യത്തിൽ തന്നെ ശ്രവ്യകാവ്യം, അതിൽ ഗദ്യം പദ്യം ചമ്പു ഇത് വരും. പിന്നെ മഹാകാവ്യം, ഖണ്ഡകാവ്യം, മുക്തകാവ്യം, ദൃശ്യകാവ്യം, നാടകം. ഇങ്ങനെ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കാവ്യത്തെ വിഭജിക്കാൻ പറ്റുന്നത്. നമുക്കിതിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ആദ്യത്തേത് കാവ്യം. എന്താണ് നമ്മൾ സംസ്കൃതത്തിൽ കാവ്യം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നതാണ് ആദികാവ്യം. ആദികാവ്യമായിട്ടുള്ള എന്താണ്? രാമായണമാണ് നമ്മുടെ ആദികാവ്യം. അതിൽ നമ്മുടെ ആദ്യത്തെ കവി സ്വാഭാവികമായിട്ടും ആദികാവ്യം ഏതാണോ ആദികാവ്യത്തിൻ്റെ രചയിതാവ് തന്നെയായിരിക്കും ആദികവിയും. വാത്മീകി മഹർഷിയാണ് നമ്മുടെ ആദികവിയായിട്ട് വരുന്നത്. വാത്മീകി രാമായണത്തിൻ്റെ ആദി ശ്ലോക, ആദ്യത്തെ ശ്ലോകം ഏതാണ് വാത്മീകി രാമായണത്തിലെ? നമുക്ക് നോക്കാം. തപസ്വാധ്യായ നിരതം തപസ്വി വാഗ്വിദാംബരം നാരദം പരിപപ്രജ്ജ വാത്മീകിർ മുനിപുങ്കവം. ഞാൻ വെറുതെ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ആദ്യത്തെ ശ്ലോകം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ആദ്യത്തെ സംസ്കൃത സാഹിത്യത്തിലെ ആദ്യത്തെ കാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകം ഇതാണ്. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇതിഹാസ വിഷയെ രാമായണസ് ചർച്ചാം കുർമഹ. നമുക്ക് രാമായണത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇതിഹാസങ്ങൾ പറയുമ്പോൾ അവിടെ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് കാവ്യേഷു മഹാകാവ്യം പ്രസിദ്ധം. ധാരാളം കാവ്യങ്ങൾ സംസ്കൃതത്തിലുണ്ടെങ്കിലും അതിൽ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ഏതാണ്? മഹാകാവ്യങ്ങളാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് മഹാകാവ്യങ്ങൾ സംസ്കൃതത്തിലുള്ളത്. മഹാകാവ്യത്തിന് ധാരാളം ആലങ്കാരികന്മാർ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും നമ്മൾ ആധികാരികമായിട്ട്, അല്ലെങ്കിൽ എല്ലാം ആധികാരികം തന്നെയാണ്, നമുക്ക് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്ന ഏതാണ്? ദണ്ഡിയുടെ കാവ്യലക്ഷണമാണ്. കാവ്യാദർശം എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് നോക്കാം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ധാരാളം ശ്ലോകങ്ങളിൽ 6-7 ശ്ലോകങ്ങളിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. സർഗബന്ധോ മഹാകാവ്യം ഉച്ചതേ തസ്യ ലക്ഷണം ആശീർ നമസ്ക്രിയ വസ്തുനിർദ്ദേശോ വാപി തന്മുഖം. ഇതാണ് ആദ്യത്തെ 2 വരി. ഇനി ഇതിഹാസ കഥോദ്ഭൂതം ഇതരത്വാ സദാശ്രയം ചതുർവർഗഫലായത്തം ചതുരോദാത് നായകം എന്നൊക്കെ പറഞ്ഞ ശ്ലോകങ്ങൾ ധാരാളമുണ്ട്. നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സർഗബന്ധോ മഹാകാവ്യം ഉച്ചതേ തസ്യ ലക്ഷണം എന്ന് തുടങ്ങുന്ന അതാണ് മഹാകാവ്യത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. ഇനി തത്ര പഞ്ചമഹാകാവ്യാനി പ്രസിദ്ധാനി സന്തി. മഹാകാവ്യങ്ങൾ സംസ്കൃതത്തിൽ ധാരാളമുണ്ടെങ്കിലും അതിൽ 5 കാവ്യങ്ങൾ പഞ്ചമഹാകാവ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ആ മഹാകാവ്യങ്ങൾ ശ്രേഷ്ഠമായതുകൊണ്ട് തന്നെയാണ് അതിനെ പഞ്ചമഹാകാവ്യങ്ങൾ എന്ന ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ് ആ പഞ്ചമഹാകാവ്യങ്ങൾ. രഘുവംശം, കുമാരസംഭവം. ആദ്യത്തെ ഏതാണ്? കുമാരസംഭവം. രണ്ടാമത്തത് രഘുവംശം. പിന്നെ ശിശുപാലവധം. അടുത്തത് കിരാതാർജുനീയം. പിന്നെ നൈഷധീയ ചരിതം. ഇതാണ് ആ 5 ഏതൊക്കെയാണ് 5? ഒന്നുകൂടി നോക്കാം. കുമാരസംഭവം, രഘുവംശം, പിന്നെയോ ശിശുപാലവധം, കിരാതാർജുനീയം, നൈഷധീയ ചരിതം. ഇതാണ് 5. ഏകദേശം കാവ്യാനം സാമാന്യം ജ്ഞാനം. ഇനി വരുന്നത് എന്താണ്? ഈ 5 കാവ്യങ്ങളുടെയും സാമാന്യമായിട്ടുള്ളൊരു ജ്ഞാനമാണ് അല്ലെങ്കിൽ അറിവാണ് നമ്മൾ ആയിട്ട് നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് ആദ്യം കുമാരസംഭവം. ആദ്യത്തെ കാവ്യം ഏതാണ്? കുമാരസംഭവം. ആരെഴുതിയാണ്? മഹാകവിയായിട്ടുള്ള കാളിദാസൻ എഴുതിയതാണ് കുമാരസംഭവം. അസ്യ ലേഖക കാളിദാസ. ഇത് എഴുതിയിട്ടുള്ളത് ശ്രീ കാളിദാസനാണ്. ഇതിൻ്റെ സർഗസംഖ്യ 17 സർഗങ്ങളാണ് ഈ കാവ്യത്തിലുള്ളത്. മുഖ്യപാത്രാണി. ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ശിവ, ഭഗവാൻ ശിവനാണ് ഇതിലെ നായകൻ. പാർവതീദേവിയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. പിന്നെ ഇതിലുള്ള വേറെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ഹിമാലയ, മേന, താരകാസുര, നാരദ, ബ്രഹ്മ
ഇന്ദ്ര, കാമദേവ, രതി, സപ്തർഷി, കുമാര, കാർത്തികേയ. ഇവരൊക്കെയാണ് ഇതിലെ മറ്റു കഥാപാത്രങ്ങൾ. സുബ്രഹ്മണ്യൻ, ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട മഹാകാവ്യമാണിത്. ഇതിലെ പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. ആധാരഗ്രന്ഥം, ഈ ഗ്രന്ഥം എഴുതുവാൻ ഉള്ള ആധാരം ഏതാണ്? ശ്രീമദ് ഭാഗവതമാണ്. ഇനി നമുക്ക് അടുത്ത കാവ്യത്തിലേക്ക് നോക്കാം. അടുത്ത കാവ്യം രഘുവംശ. പ്രസിദ്ധമായ രഘുവിൻ്റെ അല്ലെങ്കിൽ ശ്രീരാമൻ്റെ ചരിതം, ശ്രീരാമന് മുന്നേയുള്ള രാജാക്കന്മാരുടെ, ദശരഥൻ്റെ, അജൻ്റെ, ദിലീപൻ്റെ എല്ലാവരുടെയും ചരിത്രം, അതുമുതൽ തുടങ്ങുന്ന അഗ്നിവർണ്ണൻ വരെയുള്ള 19 വംശത്തിൻ്റെ രാജാക്കന്മാരുടെ കഥ വർണ്ണിക്കുന്ന ഒരു മഹാകാവ്യമാണ് രഘുവംശം. ഇതിൻ്റെ കർത്താവും ലേഖകൻ ആര് തന്നെയാണ്? മഹാകവി കാളിദാസൻ തന്നെയാണ്. ഇതിൽ 19 സർഗങ്ങളാണുള്ളത്. ഇതിൽ തന്നെ മുഖ്യ പാത്രങ്ങളായിട്ട് ആരൊക്കെയുള്ളത്? ശ്രീരാമ, ഇതിലെ നായകൻ ശ്രീരാമനാണ്. സീതാ നായിക സീതാദേവിയാണ്. ദിലീപ, സുദക്ഷിണ, വസിഷ്ഠ, നന്ദിനി എന്ന് പറഞ്ഞ പശു, രഘു, കൗത്സ, കുബേര, അജഹ, ഇന്ദുമതി, ദശരഥ, നാരദ, ശ്രവണ, രാവണ, വിശ്വാമിത്ര, ഭരത, ശത്രുഘ്ന, ലക്ഷ്മണ, സുര, ലവ, കുശ, വാത്മീകി, കുമുദ്വതി, അതിഥി, അഗ്നിവർണ്ണ. അങ്ങനെ അഗ്നിവർണ്ണൻ വരെ, അഗ്നിവർണ്ണൻ അവസാനം ഒരു അസുഖം വന്ന് മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജ്ഞിയായി മാറുകയും അങ്ങനെ ആണ് ആ വംശത്തിൻ്റെ അവസാനത്തെ രാജ്ഞിയായി, അങ്ങനെയാണത് കഥ അവസാനിക്കുന്നത്. ഇവരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട നായകന്മാർ. ഈ നായകന്മാരുടെയും കഥാപാത്രങ്ങളുടെ പേര് പറയാൻ കാരണം ഇതിലേതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഏത് മഹാകാവ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേരാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും നോക്കുക. ഇനി അടുത്ത കാവ്യം, അതിലെ രഘുവംശത്തിലെ പ്രധാന രസം എന്ന് പറയുന്നത് ഏതാണ്? ശൃംഗാരമാണ്. അതിൻ്റെ ആധാര ഗ്രന്ഥം രാമായണമാണ്. അടുത്തതായിട്ട് മൂന്നാമത്തെ മഹാകാവ്യം ഏതാണ്? കിരാതാർജുനീയമാണ്. കിരാതാർജുനീയത്തിൻ്റെ ലേഖകൻ ഭാരവിയാണ്. അതിൽ 18 സർഗങ്ങളാണ് ഉള്ളത്. ഇതിലെ മുഖ്യ പാത്രങ്ങൾ ആരൊക്കെയാണ്? അർജുനനാണ് നായകൻ, ദ്രൗപദിയാണ് നായിക. കൃഷ്ണ, ഇന്ദ്ര, കിരാത, ശിവൻ, കിരാത രൂപത്തിലുള്ള ശിവനാണ്. പഞ്ചപാണ്ഡവന്മാർ വനേചരാഹ, വ്യാസ, ദുര്യോധന, യക്ഷമക്, ശങ്കരവേഷധാരി ദാനവ. യക്ഷമക്കും ഇവരാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഈ മഹാകാവ്യത്തിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് വീരരസമാണ്. ഇതിൻ്റെ ആധാര ഗ്രന്ഥം, ഈ ഗ്രന്ഥം എഴുതാനുള്ള ആധാരം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ഇതിൻ്റെ മൂലം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? മഹാഭാരതത്തിൻ്റെ വനപർവ്വത്തിൽ നിന്നുമാണ്. അടുത്തത് ശിശുപാലവധമാണ് അടുത്തത്. അതിൻ്റെ ലേഖകൻ ആരാണ്? മാഘ. ഇതിന് മാഘം എന്നും കൂടി ഒരു പേര് കൂടിയുണ്ട് ശിശുപാലവധത്തിന്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ സർഗസംഖ്യ 20 20 സർഗങ്ങളിലായിട്ടാണ് ഈ മഹാകാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ മുഖ്യ പാത്രങ്ങൾ ശ്രീകൃഷ്ണ, ഭഗവാൻ കൃഷ്ണനാണ് നായകൻ. യുധിഷ്ഠിര, ഭീമ, അർജുന, നകുല, സഹദേവ, ദ്രൗപദി, ഭീഷ്മ, ശിശുപാല ഇത്യാദേഹ എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ നായകൻ ഭഗവാൻ കൃഷ്ണനാണ്. ഇതിൻ്റെ പ്രധാന രസം കിരാതാർജുനീയം പോലെ തന്നെ ശിശുപാലവധത്തിൻ്റെയും രസം വീരരസമാണ്. ഇതിൻ്റെ ആധാര ഗ്രന്ഥം മഹാഭാരതത്തിലെ സഭാപർവത്തിൽ നിന്നും ആധാരമായിട്ടുള്ളതാണ് ഈ മഹാകാവ്യം രചിച്ചിട്ടുള്ളത് മാഘൻ. അടുത്തത് നൈഷധീയ ചരിതമാണ്. നൈഷധീയ ചരിതത്തിൻ്റെ ലേഖകൻ എന്ന് പറയുന്നത് ആരാണ്? ശ്രീഹർഷനാണ്. ഇത് 22 സർഗങ്ങളായിട്ടാണ് ഈ കാവ്യം രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെ മുഖ്യ പാത്രങ്ങൾ നളഹ, നായകനായിട്ടുള്ള നടനാണ്. ദമയന്തി ആണ് നായിക. ഭീമ, നാരദ, ഹംസ, പക്ഷി ഹംസം അരയന്നം. ഇന്ദ്ര, വരുണ, യമ, അഗ്നി, സരസ്വതി, കലിസേന, പിന്നെയോ വൈതാലിക ഇത്യാദേഹ തുടങ്ങിയ ആൾക്കാരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇതിൻ്റെ പ്രധാന രസം, ഈ കാവ്യത്തിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ഏതാണ്? ശൃംഗാരമാണ്. ഇതിൻ്റെ ആധാര ഗ്രന്ഥം മഹാഭാരതത്തിലെ നളോപാഖ്യാനം എന്ന ചെറിയൊരു ഭാഗമാണ്. ആ ഭാഗത്തെ എടുത്തിട്ടാണ് ശ്രീഹർഷർ 22 സർഗങ്ങളുള്ള ഈ മഹാകാവ്യം എഴുതിയത്. അങ്ങനെ 5 മഹാകാവ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാം അന്യാനി പ്രസിദ്ധാനി സംസ്കൃത ഗ്രന്ഥാണി. ഇനി നമുക്ക് സംസ്കൃതത്തിൽ മറ്റ് ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധങ്ങളായിട്ടുള്ളത്. മഹാകാവ്യങ്ങൾ മാത്രമല്ല, അല്ലാതെ കാവ്യങ്ങൾ വേറെയുമുണ്ട്. പഞ്ചമഹാകാവ്യങ്ങളല്ലാതെ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ്. സംസ്കൃതേ അനേകാനി പ്രസിദ്ധാനി കാവ്യാനി കാവ്യകർത്താരഹാച്ച സന്ധി. നമുക്ക് ധാരാളം കാവ്യങ്ങളും കാവ്യകർത്താക്കന്മാരുമുണ്ട്. തേഷു പ്രസിദ്ധാനി അത്ര സങ്കലിതാനി സന്ധി. അതിൽ പ്രസിദ്ധങ്ങളായിട്ടുള്ള ആൾക്കാരെയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ആരൊക്കെയാണ് നോക്കാം. ആദ്യത്തത് ബുദ്ധചരിതം. സംസ്കൃതത്തിൽ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ബുദ്ധചരിതം. അതിൻ്റെ ലേഖകൻ എന്ന് പറയുന്ന ആരാണ്? അശ്വഘോഷനാണ്. ഇതും ഒരു മഹാകാവ്യമാണ് ബുദ്ധചരിതം.
ഇതിൻ്റെ സർഗങ്ങൾ 28 28 സർഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിൻ്റെ മുഖ്യപാത്രങ്ങൾ ഭഗവാൻ ബുദ്ധ, ശ്രീ ബുദ്ധൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയ ഒരു മഹാകാവ്യം കൂടിയാണ് ബുദ്ധചരിതം. ഇതിൻ്റെ നായകൻ എന്ന് പറയുന്നത് ബുദ്ധനാണ്. ശുദ്ധോദന, മായാദേവി, സിദ്ധാർത്ഥ, ശ്രവണ, ഛന്ദക, യശോധര, ബിംബസാര, അരാടമുനി, നന്ദബാല, കാമദേവ തുടങ്ങിയ ആൾക്കാരാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ശാന്തരസമാണ്. ശാന്തരസ പ്രധാനമാണ് ഈ മഹാകാവ്യം. ആധാരഗ്രന്ഥം ഇതിഹാസ പ്രസിദ്ധം, ഇതിഹാസത്തിൽ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ് ഇത്. അപ്പോൾ ഇതിഹാസത്തിൽ നിന്നും എടുത്തതാണ് ഈ കാവ്യത്തിൻ്റെ മൂലം. ഇനി അടുത്ത് നോക്കാം മേഘദൂതം. മേഘദൂതം നമുക്കറിയാം ഒരു ഖണ്ഡകാവ്യമാണ്. ഇതിൻ്റെ ലേഖകൻ കാളിദാസനാണ്. ഇതിൽ 2 ഖണ്ഡങ്ങളാണ്, പൂർവഖണ്ഡ, ഉത്തരഖണ്ഡ. അങ്ങനെ 2 ഖണ്ഡങ്ങളായിട്ടാണ് ഈ ഖണ്ഡകാവ്യം എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ മുഖ്യപാത്രങ്ങൾ യക്ഷ, യക്ഷസ്യ ഭാര്യ യക്ഷിണി. യക്ഷിണിയുടെ പേര് വിശാലാക്ഷി എന്നാണ്. അവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പിന്നെ ഇതിലെ മേഘമാണ്. മേഘത്തിൻ്റെ അടുത്താണല്ലോ യക്ഷൻ ദൂത് അയക്കുന്നത്. മേഘവും ഇതിലൊരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് പറയുന്നത് യക്ഷൻ്റെയും യക്ഷൻ്റെ ഭാര്യയും പറ്റിയാണ്. പോകുന്ന വഴിക്കുള്ള വർണ്ണനകളിൽ ധാരാളം കാര്യങ്ങൾ വേറെ പറയുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. ഇതിൻ്റെ പ്രധാന രസം ശൃംഗാരമാണ്. വിപ്രലംബ ശൃംഗാരമാണ്. ആധാരഗ്രന്ഥം രാമായണം, ബ്രഹ്മവൈവർത്തക പുരാണം. ഈ ബ്രഹ്മവൈവർത്ത പുരാണവും രാമായണത്തെയും ആസ്പദമാക്കിയിട്ടാണ് കാളിദാസർ ഈ കാവ്യം എഴുതിയിട്ടുള്ളത്. ഇതിലെ യക്ഷൻ കാളിദാസൻ തന്നെയായിരുന്നു എന്നുള്ള ഒരു വാദമൊക്കെ പറയുന്നുണ്ട് പലരും. അടുത്തത് ഋതുസംഹാരം. ഇതും ഒരു ഖണ്ഡകാവ്യമാണ് കാളിദാസരുടെ തന്നെ. 6 ഋതുക്കളുടെ ഷഡ് ഋതൂനാം വർണ്ണനം, 6 ഋതുക്കളുടെ വർണ്ണനമാണ് ഇതിൽ വരുന്നത്. ഷഡ് അധ്യായ, ഇതിൽ 6 അധ്യായങ്ങളാണുള്ളത്. ഇതൊരു ഖണ്ഡകാവ്യമാണ്. ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്ത, ശിശിര, വസന്ത എതി ഷഡ് ഋതൂനാം വർണ്ണനം. ഈ 6 ഋതുക്കളുടെ ഏതൊക്കെയാണ്? ഗ്രീഷ്മ, വർഷ, ശരത്, ഹേമന്തം, ശിശിരം, വസന്തം എന്നീ 6 ഋതുക്കളുടെ വർണ്ണനമാണ് ഈ ഋതുസംഹാരം എന്ന ഖണ്ഡകാവ്യത്തിലുള്ളത്. ഇതിൻ്റെ പ്രധാന രസം ശൃംഗാര. ഇതും ശൃംഗാരമാണ് പ്രധാന രസം. അടുത്തത് പ്രസിദ്ധങ്ങളായിട്ടുള്ള കുറച്ച് ഗദ്യകാവ്യങ്ങളാണ്. മഹാകാവ്യങ്ങൾ പോലെ തന്നെ പ്രസിദ്ധമാണ് സംസ്കൃതത്തിലെ ഗദ്യകാവ്യങ്ങളും. അതിൽ ആദ്യത്തേത് ഹർഷചരിതമാണ്. അതിൻ്റെ ലേഖകർ ശ്രീഹർഷനാണ് ലേഖകൻ എഴുതിയിട്ടുള്ളത്. 8 ഉച്ഛ്വാസങ്ങളിലായിട്ടാണ് ഈ ശ്രീഹർഷൻ്റെ ഹർഷചരിതം എഴുതപ്പെട്ടിട്ടുള്ളത്. മുഖ്യപാത്രങ്ങളായിട്ട് വരുന്നത് ഹർഷവർദ്ധന, അതിൻ്റെ നായകൻ, ഇതി ശശാങ്ക, ഗ്രഹവർമ്മ, ഭൈരവാചാര്യ ഇത്യാദി ആൾക്കാരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രധാന രസം വീരമാണ്. അടുത്തത് കാദംബരിയാണ്. കാദംബരി നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാണഭട്ടൻ എഴുതിയിട്ടുള്ള ഒരു ഗദ്യകാവ്യമാണ്. അതിൽ 2 ഖണ്ഡങ്ങളാണുള്ളത്. മുഖ്യപാത്രമായിട്ട് ചന്ദ്രാപീഠ, കാദംബരി, ചന്ദ്രമ, പുണ്ടരീക, കപിഞ്ചല, വൈശംപായന, ശുദ്രക, ശുക, ചാണ്ടാലകന്യ, ലക്ഷ്മി എന്നാണ് ചാണ്ടാലകന്യയുടെ പേര്, ജാപാലിഹി, ഹാരിത, ചന്ദ്രാപീഠഹംസ, ശുഗനാസ ഇത്യാദി കഥാപാത്രങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു ലേഖനമാണിത് ബാണഭട്ടൻ്റെ. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. ഇതിൻ്റെ ആധാരഗ്രന്ഥം ബൃഹത് കഥയാണ്. നമുക്ക് നോക്കാം. അടുത്തത് ദശകുമാരചരിതം. ദണ്ഡി എഴുതിയിട്ടുള്ള ഒരു ഗദ്യകാവ്യമാണ് ദശകുമാരചരിതം. ഇതിൽ 3 ഖണ്ഡങ്ങളാണുള്ളത്. മുഖ്യപാത്രങ്ങളായിട്ട് രാജവാഹന ആണ് നായകൻ, അവന്തി സുന്ദരിയാണ് നായിക, രാജഹംസ, മാനസാര, പുഷ്പോദ്ഭവ, അർത്ഥപാല, വൈശ്രവണ, സിന്ധുദത്ത, പത്മോദ്ഭവ, അപഹാരവർമ്മ, ഉപഹാരവർമ്മ, സോമദത്ത, കാമപാല, വസുമതി, സുമന്ത, ചണ്ഡവർമ്മ, മന്ത്രഗുപ്ത ഇത്യാദി. ഇതിൽ ധാരാളം കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇതുവരെയൊക്കെയാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരഹയാണ്. ഇതിൻ്റെ ആധാര ഗ്രന്ഥവും ബൃഹത് കഥയാണ്. നോക്കാം. അടുത്തത് ഇനി കുറച്ച് പ്രസിദ്ധങ്ങളാണെങ്കിലും എന്താ പറയുക, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ ഗ്രന്ഥങ്ങളുണ്ട്, കാവ്യങ്ങൾ, ഇതേപോലെ ഗദ്യകാവ്യങ്ങളുണ്ട് സംസ്കൃതത്തിൽ. അതിൽ തിലകമഞ്ജരി, അതിൻ്റെ ലേഖകർ ധനവാലഹയാണ് അതിൻ്റെ എഴുതിയിട്ടുള്ളത്. ഗദ്യചിന്താമണി ഓഢ്യദേവ, മന്ദാരമഞ്ജരി വിശ്വനാഥ പാണ്ഡേയ ആണ് എഴുതിയത്. രത്നാവലി ശ്രീകൃഷ്ണ പണ്ഡിത ആണ് എഴുതിയിട്ടുള്ളത്. ശിവരാജ വിജയ എന്ന ഗ്രന്ഥം എഴുതിയത് അംബികാദത്ത വ്യാസ എന്നു പേരുള്ള ഒരു കവിയാണ്. കൗമുദി കഥാ കല്ലോലിനി എന്നത് രാമശരണ എന്ന ആചാര്യനാണ് എഴുതിയിട്ടുള്ളത്. വാസവദത്ത എഴുതിയത് സുബന്ധുവാണ്. ഭരതസംഗ്രഹ ആൻഡ് നളോപാഖ്യാനം രണ്ടും എഴുതിയത് ലക്ഷ്മണസൂരി എന്ന കവിയാണ്. അവന്തിസുന്ദരി കഥ എന്നൊരു ഗദ്യകാവ്യം എഴുതിയത് ദണ്ഡിയാണ്.
വേമഭൂപാല ചരിതം എഴുതിയത് വാമന ഭട്ടഭാണഹയാണ്. ഇതാണ്. ഇനി നമുക്ക് അടുത്തത് സംസ്കൃതത്തിലെ പ്രസിദ്ധങ്ങളായ നാടകങ്ങളാണ്. ധാരാളം നാടകങ്ങൾ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ പ്രസിദ്ധങ്ങളായിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ ആദ്യത്തത് അഭിജ്ഞാന ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൻ്റെ കർത്താവ് അല്ലെങ്കിൽ ലേഖകൻ ആരാണ്? മഹാകവി കാളിദാസൻ തന്നെയാണ്. ഇതിൽ 7 അംഗങ്ങളാണുള്ളത്. സപ്താംഗമാണ് ഇതിൽ. മുഖ്യ പാത്രാണി, ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? നമുക്ക് എല്ലാവർക്കും പറയാം. വളരെ ഫേമസ് ആയിട്ടുള്ള നാടകമാണ്. ഏതാണ്? ദുഷ്യന്തനാണ് ഇതിലെ നായകൻ, ശകുന്തള നായിക, കണ്വൻ, അനസൂയ, പ്രിയംവദ, ശാർങ്കരവഹ, ശാരദ്വത, മാധവ്യനാണ് ഇതിലെ വിദൂഷകൻ, ഭരത, മരീചി, ദുർവാസ, ഗൗതമി, മേനക, മാതലിഹി, വസുമതി ഇത്യാദയ. ഇത്രയും ആണ് ഇതിലെ പ്രധാനപ്പെട്ട ആചാര്യൻ. ഇത്രയുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ മുഖ്യമായ രസം ഏതാണ്? ശൃംഗാരയാണ് മുഖ്യമായ രസം. ഇതിൽ ആധാര ഗ്രന്ഥം ഏതാണ്? മഹാഭാരതത്തിലെ ചെറിയൊരു ഭാഗമാണ് ശകുന്തളോപാഖ്യാനം. അതിൽ നിന്നും എടുത്തിട്ടാണ് കാളിദാസർ വലിയൊരു നാടകമാക്കി ഇതിനെ മാറ്റിയത്. ഇത് ശകുന്തളോപാഖ്യാനത്തിലും വരുന്നുണ്ട്, അതേപോലെ പത്മപുരാണത്തിലും ഇതിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അവിടെ നിന്നുമാണ് ഇതിൻ്റെ മൂലം എടുത്തിട്ടുള്ളത് കാളിദാസർ. അടുത്തത് കാളിദാസൻ്റെ തന്നെ വേറൊരു നാടകമാണ് വിക്രമോർവശീയം. അത് 5 അംഗങ്ങളിൽ എഴുതപ്പെട്ട നാടകമാണ്. മുഖ്യപാത്രങ്ങളായിട്ടുള്ളത് പുരൂരവസ് ആണ് ഇതിലെ നായകൻ, ഊർവശിയാണ് ഇതിലെ നായിക, ഇന്ദ്രഹ, കേശി, ദൈത്യഹ, കേശി എന്ന ദൈത്യൻ, അസുരൻ, കുബേരഹ, നാരദഹ, കുമാരഹ, ഊർവശി പുത്രൻ്റെ പേരാണ് കുമാരഹ ഇത്യാദയ. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇവരൊക്കെയാണ്. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നതും ശൃംഗാരഹ തന്നെയാണ്. ഇതിനെ ആധാര ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? ഋഗ്വേദ, മഹാഭാരതം. ഋഗ്വേദം, മഹാഭാരതം എന്ന് രണ്ടുമാണ് ഇതിൻ്റെ ആധാര ഗ്രന്ഥങ്ങൾ. അടുത്തത് ഉത്തരരാമചരിതം. ഇതിൻ്റെ ലേഖകൻ എന്ന് പറയുന്ന ആരാണ്? ഭവഭൂതിയാണ്. രാമായണത്തെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു നാടകമാണ് ഉത്തരരാമചരിതം. ഇതിൻ്റെ ലേഖകൻ ഭവഭൂതിയാണ്. 7 അംഗങ്ങളാണ് ഇതിലുള്ളത്. ഇതിലെ മുഖ്യ പാത്രങ്ങൾ ആരൊക്കെയാണ്? ശ്രീരാമ, നായകൻ രാമനാണ്, സീതാദേവിയാണ് നായിക, വാത്മീകി, ലവഹ, കുശഹ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന, ചന്ദ്രകേതു, അഷ്ടാവക്ര. ശ്രദ്ധിക്കണം, അഷ്ടാവക്രനെ പറ്റിയുള്ള പരാമർശം ഇതിൽ വരുന്നുണ്ട്. സൗധാതകൗ, ദാണ്ഡായന, സുമന്ത്ര, തമസ, അരുന്ധതി ഇത്യാദയ. തമസ നദിനെ കുറിച്ച് നമുക്കതിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് കരുണരസമാണ്. പിന്നെ ഇതിൻ്റെ ആധാര ഗ്രന്ഥം സ്വാഭാവികമായും രാമായണം. അടുത്തത് മുദ്രാരാക്ഷസം. വളരെ പ്രസിദ്ധമായ ഒരു നാടകമാണ് മുദ്രാരാക്ഷസം. ഇതിൻ്റെ ലേഖകൻ എന്ന് പറയുന്നത് വിശാഖദത്തനാണ്. വിശാഖദത്തനാണ് ഇതിൻ്റെ കർത്താവ്. ഇതും 7 അംഗങ്ങളിൽ ഉള്ള നാടകമാണ്. മുഖ്യപാത്രമായിട്ട് വരുന്നത് ചാണക്യൻ്റെ ജീവചരിത്രത്തെ ആസ്പദമാക്കി എഴുതിയൊരു നാടകമാണിത്. ചാണക്യനാണ് നായകൻ. നന്ദഃ, രാക്ഷസഃ, ക്ഷപണകഃ, ചന്ദനദാസഃ, ശാർങ്കരവഃ, വിരാധഗുപ്തഃ, നിപുണകഃ, സിദ്ധാർത്ഥകഃ, പർവതകഃ, കരഭകഃ, ഭാഗുരായണഃ ഇത്യാദയ. ഇത്രയും ആൾക്കാരാണ് ഇതിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിലെ മുഖ്യ രസം ഏതാണ്? വീരരസമാണിതിൽ. പിന്നെയോ ആധാര ഗ്രന്ഥം ഏതാണ്? വിഷ്ണു പുരാണം, ശ്രീമദ് ഭാഗവതം. അടുത്തതായിട്ടുള്ളത് പ്രസന്നരാഘവം എന്ന ഗ്രന്ഥമാണ്, എന്ന നാടകമാണ്. ഇതിൻ്റെ ലേഖകൻ ജയദേവ ആണ്. ഇതിൻ്റെ ലേഖകൻ സപ്ത അംഗഃ. ഇതും 7 അംഗങ്ങളിലായിട്ട് എഴുതപ്പെട്ടതാണ്. ഇതിൻ്റെ മുഖ്യ പാത്രം ശ്രീരാമൻ തന്നെയാണ് ഇതിലെ നായകൻ, സീതാദേവി നായിക, മഞ്ജീരകഃ, നൂപുരകഃ, രാവണഃ, ബാണാസുരഃ, വിശ്വാമിത്രഃ, ലക്ഷ്മണഃ, പരശുരാമഃ, ഗംഗ, യമുന, സരയു, ദശരഥഃ, ഹംസഃ, ഹനുമാൻ, പ്രഹസ്തഃ, വിഭീഷണഃ, സുഗ്രീവഃ തുടങ്ങിയ ആൾക്കാരെല്ലാം ആണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ശ്രദ്ധിക്കണം, ഇതിൽ ഗംഗ, യമുന, സരയു നദികളും കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന രസം എന്ന് പറയുന്നത് ഏതാണ്? വീരരസമാണ്. ആധാര ഗ്രന്ഥ രാമായണത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഗ്രന്ഥവും എഴുതിയിട്ടുള്ളത്. അടുത്തത് പ്രബോധചന്ദ്രോദയം. വളരെ പ്രസിദ്ധമായൊരു നാടകമാണ് പ്രബോധചന്ദ്രോദയം. ഇതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ വളരെ പ്രത്യേകപ്പെട്ട കഥാപാത്രങ്ങളാണ്. നമുക്ക് നോക്കാം. ഇതിൽ ലേഖകൻ ആരാണ്? കൃഷ്ണമിശ്രഹയാണ് ഇതിൽ ലേഖകൻ. 6 അംഗങ്ങളിലാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത്. മുഖ്യപാത്രങ്ങൾ ആരാണ്? പ്രബോധചന്ദ്ര ആണ് നായകൻ. പിന്നെ അതിന് മനഃ, മോഹഃ, വിവേകഃ, കാമഃ, ക്രോധഃ, ലോഭഃ, തൃഷ്ണ, ഹിംസ, ശാന്തി, ശ്രദ്ധ, മതിഃ, പ്രബോധഃ, ശമഃ, ദമഃ, തീർത്ഥഃ, ഉപനിഷത്ത്, മിഥ്യാദൃഷ്ടി, വിദ്യ, സരസ്വതി, വൈരാഗ്യ ഇത്യാദയ. ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. ഇതിൻ്റെ പ്രധാന രസം
ശാന്തമാണ്, ശാന്തരസമാണ്. ഇതിൻ്റെ ആധാര ഗ്രന്ഥം കവി കൽപ്പിതമാണ്. കവി സ്വയം ചിന്തിച്ചെഴുതിയ ഒരു ഗ്രന്ഥമാണ്, നാടകമാണിത്. അടുത്തത് മാളവിക അഗ്നിമിത്രം. ഇതും കാളിദാസർ എഴുതിയിട്ടുള്ള പഞ്ചാംഗാത്മകമായ നാടകമാണ്, 5 അംഗങ്ങളുള്ള നാടകമാണ്. ഇതിൻ്റെ മുഖ്യ പാത്രങ്ങളായിട്ട് വരുന്നത് അഗ്നിമിത്ര ആണ് നായകൻ, മാളവിക ആണ് നായിക, ഗണദാസ, ഹരിദത്ത, വകുലാവലിക, ഇരാവതി, ധാരിണി, വസുമിത്ര, മാധവസേന, കൗശികി ഇത്യാദയ. ഇത്രയും കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത്. പ്രധാന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. ഇത് ഇതിഹാസ പ്രസിദ്ധമാണ് ഇതിൻ്റെ ആധാരം. അടുത്ത നാടകം നാഗാനന്ദം. വളരെ പ്രസിദ്ധമായൊരു നാടകമാണ് നാഗാനന്ദം. ഹർഷവർദ്ധനാണ് ഇതിൻ്റെ ലേഖകൻ. ഈ നാടകത്തിൻ്റെ കർത്താവ്. 12 അംഗങ്ങളാണ് ഇതിലുള്ളത്. മുഖ്യമായ പാത്രം ജീമൂതവാഹനൻ, അദ്ദേഹമാണ് ഇതിലെ നായകൻ. മലയവതിയാണ് നായിക. ജീമൂതകേതു, ആത്രേയദേവി ഗൗരി, സന്യാസി മിത്രവസുഹു, സർപ്പമാത, ഗരുഡ, ശംഖചൂഡ, സർപ്പമാതാവിൻ്റെ മകനാണ് ശംഖചൂഡൻ. അതും ഒരു നാഗമാണ്. അങ്ങനെ നാഗങ്ങളുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഈ നാഗാനന്ദം. അതിൻ്റെ പേര് പോലെ തന്നെ വളരെ ഗംഭീരമായൊരു നാടകമാണ്. പ്രധാന രസം വീരരസപ്രധാനമാണ് ഈ നാടകം. ഇത് കഥാസരിത് സാഗരത്തിൽ നിന്നാണ് ഇതിൻ്റെ മൂലം കിട്ടിയിട്ടുള്ളത്. അടുത്തത് മൃച്ഛകടികം എന്നത് ശൂദ്രകൻ എഴുതിയിട്ടുള്ള വളരെ പ്രസിദ്ധമായൊരു നാടകമാണ്. ലേഖകൻ ശൂദ്രക ആണ്. 10 അംഗങ്ങളാണ്, 10 അംഗാഹ ഉള്ളത്. ഇതിൽ മുഖ്യപാത്രം ആരൊക്കെയാണ്? ചാരുദത്തനാണ് ഇതിലെ നായകൻ, വസന്തസേനയാണ് നായിക. പിന്നെ ഇതിൽ വിദൂഷകനാണ് മൈത്രേഹ, അതിന് വിദൂഷകനാണ് ഇതിൽ. ചിലപ്പോൾ അങ്ങനെ വിദൂഷകൻ്റെ പേരൊക്കെ ചോദിക്കാം പ്രസിദ്ധങ്ങളായ നാടകങ്ങളുടെ. ശകാരഹ, ശാർവിലകഹ, ആര്യകഹ, മദനിക, രോഹസേനഹ, രേമിലഹ, വിടചേടൗ, കർണപൂരകഹ, ചന്ദനകഹ, ശ്രേഷ്ഠി ഇത്യാദയ. ഇതാണ് ഇതിലെ കഥാപാത്രങ്ങൾ. രോഹസേനഹ ആണ് ഇതിൽ ചാരുദത്തൻ്റെ മകൻ, നായകൻ്റെ മകനായിട്ട് വരുന്നത്. കഥാപാത്രത്തിൻ്റെ പേര്. പ്രധാന രസം ശൃംഗാരമാണ്. ഇതും കവി കൽപ്പിതമാണ്. ഇതേ കഥയോട് സാമ്യമുള്ളൊരു കഥ നമ്മുടെ ഭാസനാടക ചക്രത്തിൽ ചാരുദത്തം എന്ന പേരുണ്ട്. അവിടെ നിന്നെടുത്താണ് ഇതിലേതാണ് ആദ്യം എഴുതിയത് എന്നുള്ള ചർച്ചയും തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും തൽക്കാലം ഇത് കവി കൽപ്പിതമാണ്. കവി തൻ്റെ ബുദ്ധിയിൽ നിന്നും എടുത്തെഴുതിയ കഥ എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. അടുത്തത് ശാരീപുത്രപ്രകരണം എന്നാണ് അടുത്ത നാടകത്തിൻ്റെ പേര്. ഇതിൽ ലേഖകൻ അശ്വഘോഷയാണ്. ബുദ്ധചരിതം എഴുതിയിട്ടുള്ള അതേ അശ്വഘോഷൻ്റെ നാടകമാണത്. 9 അംഗങ്ങളാണുള്ളത്, 9 അംഗാഹ. ഇതിലെ മുഖ്യ പാത്രം എന്ന് പറയുന്നത് ശ്രീരാമ, സീത, മഞ്ജീരക, നൂപുരക, രാവണ, ബാണാസുര, വിശ്വാമിത്ര, ലക്ഷ്മണ, പരശുരാമ, ഗംഗാ, യമുന, സരയൂ, ദശരഥ, ഹംസ, ഹനുമാൻ, പ്രഹസ്ത, വിഭീഷണ, സുഗ്രീവ ഇത്യാദയ. ഇതും സ്വാഭാവികമായിട്ടും രാമായണത്തെ ആസ്പദമാക്കി തന്നെ എഴുതിയിട്ടുള്ള ശാരീപുത്രപ്രകരണം എന്ന നാടകമാണ് ശ്രീ അശ്വഘോഷൻ്റെ. പ്രധാന രസ ശാന്തമാണ് പ്രധാന രസം. ഇതിൻ്റെ ആധാരം എന്താണ്? കവി കൽപ്പിതം. രാമായണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും കവി കൽപ്പിതമായിട്ടാണ് ഇതിൻ്റെ കഥ